ഖത്തറിന്റെ മണ്ണിലെ ഞങ്ങളുടെ വണ്ടർ വിമൻ ദ ഹാൻസം ഹീറോ ബബിത മനോജ്. ഗൾഫ് മലയാളികൾ പൊതുവെ ജോലി കഴിഞ്ഞാൽ തൊഴിലിടത്ത് നിന്നും നേരെ വീട്ടിലേക്ക് വെച്ചുപിടിക്കുമ്പോൾ ബബിത ഓടുന്നത് മോർച്ചറിയിൽ. ജീവിതത്തിൽ ഇന്നേവരെ കാണാത്തവരുടെ മൃതദേഹം കുളിപ്പിക്കാൻ ശവശരീരം പെട്ടിയിലാക്കി നാട്ടിലേക്ക് കയറ്റിവിട്ട ശേഷം മാത്രമേ ഈ ഏറ്റുമാനൂരുകാരി കുടുംബത്തിലേക്ക് മടങ്ങൂ. വിവാഹത്തിന് പിന്നാലെ 2003 ഭർത്താവിനൊപ്പം ഖത്തറിലെത്തിയ ബബിത 11 വർഷം മുൻപാണ് മോർച്ചറി സേവനം തുടങ്ങുന്നത്. അന്ന് ഖത്തറിൽ വെച്ച് സഹോദരി ഭർത്താവിന്റെ പിതാവ് മരണമടഞ്ഞപ്പോഴാണ് ആദ്യമായി ഒരു മൃതശരീരം കുളിപ്പിക്കുന്നത്. അങ്ങനെ പ്രതിഫലേച്ഛ കൂടാതെ തുടങ്ങിയ സേവനം ഒരു പതിറ്റാണ്ട് പിന്നിടുന്നു. സാൻഡ് ഡ്യൂൺസിൽ കൂടെ പോയിട്ട് ഇങ്ങനെ റോൾ ഓവർ ആയിട്ട് വരുന്ന ഉണ്ടായിരുന്നു. അതൊക്കെയാണ് ഹൊറിബിൾ ബോഡി. പിന്നെ നമ്മളൊക്കെ സൂച്ചറൊക്കെ ചെയ്ത് മുഖമാക്കണമെങ്കിൽ കണ്ണൊക്കെ വേറെ സ്ഥലത്തൊക്കെ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ ചെന്ന് അവരുടെ ഭാര്യയെ ഒന്ന് കാണണമെങ്കിൽ ഒരു ഫേസ് അറ്റ്ലീസ്റ്റ് ഫേസ് എന്നുള്ള രീതിയിൽ ഇപ്പം ആരും ഇല്ലെങ്കിൽ ഈ ബോഡി ഇങ്ങനെയല്ലേ കൊണ്ടുപോകുള്ളൂ. ഈ ബ്ലഡില് 20 വർഷത്തിലേറെയായി ഖത്തർ സർക്കാർ ആരോഗ്യ മേഖലയിൽ നഴ്സായി ജോലി ചെയ്യുകയാണ് ബബിത. ജോലി തിരക്കിന്റെ സമ്മർദ്ദം കൂടാതെ 4 മക്കളുടെ മാതാവ് കൂടിയാണ്. മഹാമാരി കാലത്ത് സ്വന്തം വീട്ടുകാർക്ക് പോലും അവസാനമായി ഒരു നോക്ക് കാണാനാവാതെ പ്രിയപ്പെട്ടവർ ഖത്തറിൽ എരിഞ്ഞടങ്ങിയപ്പോൾ ആരുടെയും നിർദ്ദേശമില്ലാതെ സ്വന്തക്കാരെ പോലെ മൃതദേഹം കുളിപ്പിച്ച് വസ്ത്രങ്ങൾ അണിയിച്ച സെമിത്തേരിയിൽ എത്തിക്കുന്നതിന് മുൻകൈയെടുത്ത വനിത ബബിത. ഈ നൂറ്റാണ്ടിലും നിങ്ങളെപ്പോലുള്ളവർ സമൂഹത്തിലുണ്ട് എന്നതിൽ ഞങ്ങൾ അഹങ്കരിച്ചോട്ടെ. ഗൾഫ് മലയാളികളുടെ അഭിമാനമായ ബബിത മനോജിനെ ട്രൂത്ത് കെയർ ഫാർമസി വണ്ടർ വുമൺ അവാർഡ് നൽകി ആദരിക്കുകയാണ് എഡിറ്റോറിയൽ.